ചിത്തചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ മീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുന്നീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുന്നീശനെ വാഴ്ത്തുവിൻ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി ആദരണീയനായ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് എൻ IAS അവരെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റേൻ ഗോപകുമാർ, വേദിയിലും സഹസ്രമുള്ള ബഹുമാന്യരെ, നമ്മുടെ ജില്ലയിൽ റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജില്ലാതല പട്ടയമേള ഈ വരുന്ന 26-ന് കൊല്ലം ടൗൺ ഹാളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനതല പട്ടയമേളയോടൊപ്പം നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്നിവിടെ പുനലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പട്ടയ വിതരണം നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഏറെ കാലമായിട്ട് പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന അരിപ്പ ഭൂസമര ഭൂമിയിലെ കുടിൽ കെട്ടി താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നം, അതോടൊപ്പം കനാൽ പുറമ്പോക്കിലെ ലേബർ കോളനികളിൽ പട്ടയം ലഭിക്കാതെ വർഷങ്ങളോളം വളരെയധികം പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ച പാവപ്പെട്ട തൊഴിലാളികളുടെ പട്ടയം, മരവെട്ടിത്തടം, നീറായിക്കോൺ കോളനിയിലെ പട്ടയം, അത്തരത്തിൽ പുനലൂരിലെ വിവിധങ്ങളായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA ശ്രീ സുബാൽ അവരുടെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഏറെ കാലമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ പരിസമാപ്തിയാണ് ഒരുപക്ഷെ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, കാരണം വൈകിക്കഴിഞ്ഞു. ഈ ചടങ്ങ് ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഇന്ന് അരിപ്പ ഭൂസമരത്തിലെ ഏറെക്കാലമായിട്ട് പരിഹരിക്കപ്പെടാതിരുന്ന ആ പ്രശ്നം, സങ്കീർണമായിട്ടുള്ള ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നിരവധി തവണ അതിൻ്റെ യോഗങ്ങൾ വിളിക്കുകയും ആ പ്രശ്നങ്ങൾ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്യുകയും അതിലൊരു പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് ശ്രമം നടത്തിയത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് അർഹരായവർക്ക് പട്ടയം നൽകാൻ സാധിക്കുന്നത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ചടങ്ങിൻ്റെ ഏറ്റവും ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ ആണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക്, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശ്രദ്ധേയമായിട്ടുള്ള പട്ടയമേള ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ അവർകളാണ്. പക്ഷേ വളരെ
ഒഴിവാക്കാൻ പറ്റാത്ത ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ചടങ്ങ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിശിഷ്ട സാന്നിധ്യമായിട്ട് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്ന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകൾ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി J. ചിഞ്ചുറാണി മാഡം ഇവിടെ പങ്കെടുക്കേണ്ടതായിരുന്നു. മാഡത്തിൻ്റെ അസാന്നിധ്യത്തിലും ശ്രീമതി J. ചിഞ്ചുറാണി ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയെ സ്നേഹാദരപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കേണ്ട ബഹുമാനപ്പെട്ട MP ശ്രീ NK പ്രേമചന്ദ്രൻ, ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണർ ശ്രീ K. ജീവൻ ബാബു, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് K. രാജു, കാഷ്യൂ വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ S. ജയമോഹൻ, ഈ വിശിഷ്ടാതിഥികളെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് അവരുടെ സാന്നിധ്യത്തിലും സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരേണ്ട ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R. ലതാദേവി മേഡത്തിനെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി മേഡത്തിനെയും ഈ യോഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുളത്തൂപ്പുഴ ശ്രീമതി M. സൈനബ ബീവി, ശ്രീ സൈനബ ബീവിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആതിര പ്രവീൺ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PK രാജിമോൾ പ്രസിഡന്റിനെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുവിളയെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആനന്ദിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K. ശരത് കുമാർ, അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭയെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി വിജയനെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കുളത്തൂപ്പുഴ ഡിവിഷൻ ശ്രീമതി റീന ഷാജഹാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സാബു എബ്രഹാം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുളത്തൂപ്പുഴ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എസ് എൽ ടോമിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തെന്മല ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആനി ടോമിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുളത്തൂപ്പുഴ ടൗൺ വാർഡ് മെമ്പർ ശ്രീമതി ഷബ്ന അൻവറിനെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ S. സന്തോഷ്, ശ്രീ D. വിശ്വസേനൻ, ശ്രീ CJ ഷോം, ശ്രീ ബോബൻ ജോർജ്, ശ്രീ ഹാഷിം, ശ്രീ B. രാജീവ് കുളത്തൂപ്പുഴ, ശ്രീ അൻസർ നാഗൂർ, ശ്രീ ഗിരീഷ് അമ്പാടി, ശ്രീ K. ജോണി, ശ്രീ റോയി ഉമ്മൻ, ശ്രീ R. ഷറഫുദ്ദീൻ, ശ്രീ B. രാജി തുടങ്ങിയ പ്രമുഖരെ, ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ADM ശ്രീ നിർമ്മൽ കുമാർ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ RDO പുനലൂർ ശ്രീ G. സുരേഷ് ബാബുവിനെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് ശ്രീ അജിത് ജോയ്, പുനലൂർ തഹസിൽദാരാണ്. ശ്രീ അജിത് ജോയിയെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഈ അധ്യക്ഷവേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ഇന്ന് പട്ടയം കൈപ്പറ്റേണ്ട എല്ലാ പൊതുജനങ്ങളെയും അതുപോലെ മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തിലെ പ്രമുഖരെയും മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. തൻ്റെ സ്വപ്ന പദ്ധതിയായ ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന പദ്ധതി ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബൽ അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയങ്കരനായിട്ടുള്ള ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, വേദിയിലുള്ള പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് IAS, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി KK ജ്യോതി, നമ്മുടെ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി M സൈനബ ബീവി ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ADM ശ്രീ നിർമ്മൽ കുമാർ, RDO ശ്രീ സുരേഷ് ബാബു, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ലിജു ജമാൽ, ശ്രീ വിശ്വസേനൻ, ശ്രീ സന്തോഷ്, മറ്റ് നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ വേദിയിലുണ്ട്. അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബഹുമാന്യരായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ പട്ടയം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. ഈ നട്ടുച്ച നേരത്തും നൂറുകണക്കിന് ആളുകളാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ ഈ പട്ടയമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള റവന്യൂ മന്ത്രി ശ്രീ K രാജന. എന്നാൽ ഇന്ന് വൈകിട്ട് നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ മാറ്റിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാവരെയും കാണണം, കാര്യങ്ങൾ സംസാരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായിരുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാധ്യനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ നമ്മുടെ ഈ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിൽ എത്തിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടും നമ്മളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തെ ഈ നാടിന് വേണ്ടി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയുള്ളൊരു കരാറെന്ന് പറയുന്നത് എത്രയും വേഗം അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചയക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. കാരണം അദ്ദേഹം കൂടി പങ്കെടുക്കേണ്ട, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചടങ്ങ്, അതായത് പുതിയ MLA ഹോസ്റ്റലിൻ്റെ സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം 3:30 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ള തരത്തിൽ സ്വാഗതം പറയേണ്ട ചുമതല എന്ന് പറയുന്നത് അദ്ദേഹത്തിനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗാണ് വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതായത് 5 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് കൊടുത്തതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം, പ്രഖ്യാപനം കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തുകയാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ദീർഘമായി ഞാൻ ഈ അവസരത്തിൽ പറയുന്നില്ല. ഉദ്ഘാടകൻ എന്നുള്ള തരത്തിൽ ശ്രീ ചിറ്റയം ഗോപകുമാർ അത്തരം കാര്യങ്ങൾ ചിലത് പരാമർശിക്കും എന്നാണ്
ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ലൈഫ് പദ്ധതി വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കൊടുത്തത് മാത്രമല്ല, നിരവധിയായിട്ടുള്ള വലിയ വികസനത്തോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF സർക്കാർ. പെൻഷൻ വാങ്ങുന്ന ഏതാണ്ട് 62 ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്ക് പല സന്ദർഭങ്ങളിലും പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് അവർക്കെല്ലാവർക്കും അറിയാം. പരിമിതമായിട്ടുള്ള പെൻഷൻ പടിപടിയായി ഉയർത്തി 2000 രൂപയാക്കി അത് കൃത്യമായി ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് LDF സർക്കാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു പെൻഷനും കിട്ടാത്ത നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ച് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു പെൻഷനും ലഭിക്കാത്ത, ഒരു വരുമാനവുമില്ലാത്ത വീട്ടമ്മമാർക്ക് അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 1000 രൂപ അവർക്ക് കൊടുക്കുവാനുള്ള തീരുമാനം ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ആ തുക വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പഠിച്ചിട്ട് നിൽക്കുന്ന നമ്മുടെ യുവതി യുവാക്കൾ അവർക്കൊരു അപേക്ഷ കൊടുക്കണമെങ്കിൽ, അവർക്കൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെങ്കിൽ, അതിനുവേണ്ടി ഒരു യാത്ര നടത്തണമെങ്കിൽ അവർക്ക് അച്ഛനെയോ അമ്മയോ ഒക്കെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പ്രതിമാസം അത്തരം ചെറുപ്പക്കാർക്ക് 1000 രൂപ വീതം കൊടുത്തുകൊണ്ട് അവർക്ക് ആരെയും ആശ്രയിക്കാതെ ഒരു അപേക്ഷ കൊടുക്കുവാൻ, ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ, അങ്ങനെ 5 ലക്ഷത്തോളം യുവതി യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം കൊടുക്കുവാനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കിയത്. നമുക്ക് നിരവധി നമ്മുടെ റോഡുകളുടെ സാഹചര്യങ്ങൾ നമുക്കറിയാം, അത് ഏറെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ, ഒരു കാലത്ത് ചോർന്നൊലിക്കുന്ന വിദ്യാലയങ്ങളാണ്, അതിൻ്റെ പേരിൽ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ പോയെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ ഏറ്റവും മനോഹരമായി മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം കൊടുക്കാനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റ്. അതിനുവേണ്ടി നമ്മുടെ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി സഖാവ് കെ രാജൻ അടക്കമുള്ള നേതാക്കന്മാർ അവരെല്ലാം നടത്തിയ ഏറ്റവും സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ 4.5 ലക്ഷത്തോളം ആളുകളെ ഭൂമിക്ക് അവകാശികളാക്കി മാറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന കാര്യം മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകൾക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ റെക്കോർഡാണ്. അർഹതപ്പെട്ട എല്ലാ കരങ്ങളിലേക്കും പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടുകൾ. എത്രയോ നാളുകളായി പരിഹരിക്കപ്പെടാത്ത എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കടലോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് നവകേരള യാത്ര വന്ന അവസരത്തിൽ അവിടെ രാവിലെ ജനങ്ങളെ കണ്ട അവസരത്തിലാണ് കടൽ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയമില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന് പരിഹാരമുണ്ടായി. 100 കണക്കിന് ആളുകൾക്ക് അവിടെ പട്ടയം കൊടുക്കുന്ന നടപടികളുണ്ടായി. അതുമാത്രമല്ല, നമുക്ക് ഇന്നിവിടെ അരിപ്പ ഭൂനിവാസികളടക്കം KIP ലേബർ കോളനിയിൽ താമസിക്കുന്ന ആളുകളടക്കം മരോട്ടിത്തടം ഉൾപ്പെടെയുള്ള മേഖലകളിലടക്കം നിറായിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ആളുകൾ ഇവിടെ ഇന്ന് പട്ടയം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പട്ടയവുമായി ബന്ധപ്പെട്ട നടപടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വിഷയമാണ് പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത്. പുല്ലൂർ മണ്ഡലത്തിൽ നമുക്കറിയാം, അത്തരം വിഷയങ്ങൾക്ക് നമ്മൾ കൃത്യമായി പരിഹാരം കണ്ടുപോവുകയാണ്. കഴിഞ്ഞ രാജു സാർ മന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ഡാം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒഴിപ്പിച്ച് താമസിപ്പിച്ച സാംനഗർ എന്ന പ്രദേശത്ത് 100 കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുണ്ടായി. ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തതാണ്. എത്ര സന്തോഷത്തോടെയാണ് അവിടുത്തെ ജനങ്ങൾ അത് പട്ടയം ഏറ്റുവാങ്ങി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം
നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ മീറ്റിങ്ങുകൾ ചേർന്നുകൊണ്ട് പുനലൂർ പേപ്പർ മിൽ പട്ടയം അതിനർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള നിർണായകമായിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ഈ സർക്കാരിൻ്റെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിയും ധനമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും പങ്കെടുത്തുകൊണ്ട് പേപ്പർ മിൽ പട്ടയ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ പട്ടയം കൊടുക്കുന്ന നടപടികൾ നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. നിരവധിയായി മറ്റ് പല പ്രദേശങ്ങളിലും നമ്മൾ പട്ടയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വിശദമായി ഞാൻ ഈ അവസരത്തിൽ പോകും. അരിപ്പ സമരത്തെക്കുറിച്ച് അറിയാത്തത് ആരാ? കഴിഞ്ഞ 14 വർഷക്കാലമായി അരിപ്പയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ഭൂമിയില്ലാത്ത ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അവരെ കരുതണം എന്ന് തീരുമാനിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ LDF സർക്കാർ. പല ചർച്ചകൾ ഇതിനോടകം പല സർക്കാരുകളുടെ കാലത്ത് നടന്നു. അത് തീർക്കാൻ വേണ്ടിയാണ് എല്ലാ സർക്കാരുകളും ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാവരുമായി നടത്തിയത്. എന്നാൽ അത് കൃത്യമായി ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അരിപ്പയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അവിടെ എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ജനങ്ങൾ കഴിയുന്നത്. അവരുടെ സങ്കട കണ്ണീരിന് ഒരു പരിഹാരമുണ്ടാകണം. നമുക്കറിയാം, 14 വർഷക്കാലം മഴയത്തും വെയിലത്തും ചൂടും മഴയും തണുപ്പും എല്ലാം ഏറ്റ് നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളിൽ താമസിച്ച ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അരിപ്പയിലെ പാവപ്പെട്ട ജനവിഭാഗം. അവരുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ്. അതിന് പല തടസ്സങ്ങളുണ്ടാകാം, പല പ്രശ്നങ്ങളുണ്ടാകാം, പല ബുദ്ധിമുട്ടുകളുണ്ടാകാം, സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ ഏത് പ്രശ്നങ്ങളെയും മറികടന്ന് അവരുടെ കരങ്ങളിലേക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എനിക്കോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പൊതുപ്രവർത്തകർക്കോ ജനപ്രതിനിധികൾക്കോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കോ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കോ ഇതിൽ കൂടുതൽ സന്തോഷിക്കാൻ വേറെ വകയില്ല. പല ചർച്ചകൾക്കൊടുവിൽ അതിന് തീരുമാനമെടുത്തു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി അകറ്റി അവർക്ക് എല്ലാവർക്കും പട്ടയം അല്പസമയത്തിനുള്ളിൽ കൊടുക്കാൻ പോകും. പല കുപ്രചരണങ്ങളുണ്ട്, പല ആക്ഷേപങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കെതിരെ പോലും പോലീസിൽ കേസ് കൊടുത്ത അനുഭവങ്ങളുണ്ട്. ഞാനതൊന്നും ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കുറച്ചുകൂടി നല്ലതുപോലെ പറയേണ്ട സന്ദർഭങ്ങൾ വരും. ഇത് പറയേണ്ട ഒരു വേദി ഇതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു. ഹൈക്കോടതിയിൽ പോലും 3 കേസുകളാണ് 2 മാസത്തിനുള്ളിൽ ഈ പട്ടയം തടസ്സപ്പെടുത്താൻ കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഗവൺമെന്റ് ആ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പട്ടയം കൊടുക്കുന്ന നടപടികളിലേക്ക്. മരത്തിന്റെ കാര്യം പറഞ്ഞു. അവിടെ കഴിഞ്ഞ ദിവസവും പരാതി വന്നു, റബ്ബർ മരങ്ങൾ മുറിച്ചാൽ വനനശീകരണമാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ എല്ലാം മരുഭൂമിയായി മാറും എന്നുള്ള പരാതി ഇന്നലെയും തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതാണ് കാരണം. പറഞ്ഞാൽ തടസ്സപ്പെടുത്താൻ കൊടുക്കാൻ പാടില്ല. അരിപ്പ സമരം ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകണം. അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് പാവപ്പെട്ട ആളുകളെ, എതിർപ്പുകളെ തട്ടി നീക്കി പട്ടയം കൊടുത്ത് സഹായിക്കും. അതിനാണ് ഈ സർക്കാർ ഈ കേരളത്തിൽ നിലകൊള്ളുന്നത്. ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെ കുറച്ച് പേര് ഇപ്പോൾ ഞറുക്കിട്ട് നമുക്കറിയാം, ഈ മറ്റ് സ്ഥലങ്ങളിൽ ഭൂമിയുണ്ടെങ്കിൽ അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സമുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. 14 വർഷക്കാലമായി അവിടെ സമരം നടത്തുന്ന മറ്റ് ചില സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് 2 സെൻറ്റോ 3 സെൻറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അത് ഔപചാരികതയുടെ പേരിൽ നമുക്ക് തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി ഇന്ന് സംസാരിച്ചിട്ടാണ് വരുന്നത്. നാളെ മുതൽ അതിനുള്ള നടപടികളുണ്ടാകും.
വരും ദിവസങ്ങളിൽ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് അവർക്കും അരിപ്പ ഭൂമിയിൽ ഭൂമി കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കും. എല്ലാ വിഷയത്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്നെ ഗോകുമാർ സഖാവ് നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. മരോട്ടിത്തടം നിവാസികൾക്ക് പട്ടയം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നീറായിക്കോട് സ്ഥലത്തെ ആളുകൾക്കും ഇന്ന് പട്ടയം കൊടുക്കേണ്ടതാണ്. പക്ഷേ അവരെല്ലാം വന്നിട്ടുണ്ട്, നമുക്കിന്ന് കൊടുക്കാൻ കഴിയുന്നില്ല. 2016 അവർക്ക് പട്ടയം കൊടുത്തു. പക്ഷേ വഴിയില്ലാത്തത് കൊണ്ട് 10 വർഷക്കാലം അവർക്ക് അവരുടെ ഭൂമിയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വഴി കൂടാണ് അതിൽ പ്രവേശിക്കേണ്ടത്. ആ വഴി ഏറ്റെടുക്കാതെ ആ സ്ഥലം അളന്നു തിരിക്കാതെയാണ് പട്ടയം കൊടുത്തത്. നമ്മൾ ചർച്ച നടത്തി അവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. രാജുലാൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തെ എത്ര നമ്മൾ ഒരു നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് അദ്ദേഹം സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞു. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് സമിതിയോട് പൈസ വയ്ക്കാൻ പറഞ്ഞു. 20 ലക്ഷം അവർ വെച്ചു. അത് DPC അംഗീകരിച്ചു. നമ്മുടെ തഹസീൽദാർ അതിൻ്റെ വിലയെല്ലാം നിശ്ചയിച്ചു കൊടുത്തു. 1 മാസക്കാലം പഞ്ചായത്ത് സമിതിയുടെ മുമ്പിൽ വെച്ചു. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് സമിതിയെ നെഗോഷിയേറ്റ് ചെയ്യണം ഈ രാജുലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുമായി. ഇതുവരെ നെഗോഷിയേറ്റ് ചെയ്തില്ല. അദ്ദേഹമായൊരു ചർച്ച നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ പാവപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുവാൻ കഴിയുമായിരുന്നു. അവരുടെ മീറ്റിംഗ് ഞാൻ ആയൂർ വിളിച്ചു ചേർത്തപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ 10 വർഷക്കാലമായി ഞാൻ ഈ പട്ടയ പേപ്പറുമായി നടക്കുക, ഞാനിത് തലക്കീഴിൽ വെച്ച് കിടന്നുറങ്ങിയാണ്, എനിക്ക് ആ ഭൂമിയിലൊന്ന് കയറാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, കയറാൻ പറ്റുമോ അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പ് കൊടുത്തു. ഞാൻ ഇന്ന് അവർക്ക് പട്ടയം കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നലെയും പഞ്ചായത്ത് സമിതിയിൽ മാറ്റി വെച്ചുകൊണ്ട് ആ പട്ടയം കൊടുക്കേണ്ട ആളുകളെ, അവരെ എന്താണ് പറയുന്നത്, ഈ പാവപ്പെട്ട ആളുകളോടാണ് രാഷ്ട്രീയം. ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ പറയുന്നില്ല. ഇത് നല്ല ഒരു കാര്യമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ പിന്നീട് പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയുകയാണ്, അവർക്ക് വഴി നിഷേധിക്കുന്ന നിലപാട് ബന്ധപ്പെട്ട സമിതി തീരുമാനിച്ചാലും ആ പാവപ്പെട്ട ആളുകൾക്ക് വഴി ഉണ്ടാക്കി കൊടുത്ത് ആ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഭൂമിയിലേക്ക് അവിടെ പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആ രാജുലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അദ്ദേഹം MLA അല്ല, അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ല, ഒരു പൊതുപ്രവർത്തകനല്ല. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകളുണ്ട്. എന്നെ ഒരു വാക്ക് പഞ്ചായത്ത് വിളിച്ച് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അത് ഒപ്പിട്ട് കൊടുത്ത് തയ്യാറാകുമായിരുന്നു. ആ മനുഷ്യന് ഉണ്ടായ ഒരു വികാരം പലർക്കും ഉണ്ടായില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായും പട്ടയ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്കും KP ലേബർ കോളനിയിലുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുകയാണ്. അവരും വർഷങ്ങളായി പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്കും പട്ടയം കൊടുക്കുന്ന നടപടികൾ നമ്മൾ പരമാവധി വേഗത്തിലാക്കി അത് മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അതിനും ഒരു പരിഹാരം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെല്ലാം വളരെ പിൻബലത്തോടെ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ച്, റവന്യൂ ജീവനക്കാരെ സംബന്ധിച്ച് അവർ കാണിച്ച ഒരു സ്നേഹം, ഒരു കരുതൽ, അവരുടെ ഒരു പിന്തുണ, അതായത് ജീവനക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളെല്ലാവരും വിമർശനം പറയുന്നവരാണ്. അവർ വേണ്ടത്ര പലരും പണിയെടുക്കുന്നില്ല എന്നൊക്കെ വിമർശനം പറയുന്നവരാണ്. പക്ഷേ നമ്മുടെ ആ ഒരു സാധാരണ അഭിപ്രായം തിരുത്തേണ്ട ഒരു നടപടിയാണ് ഈ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റവന്യൂ അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും. അവർ 24 മണിക്കൂറും അതിനുവേണ്ടി പ്രവർത്തിച്ചു, രാത്രിയും പകലുമില്ലാതെ. അതായത് അവധി ദിവസങ്ങളിൽ പോലും, ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും ഓഫീസിൽ വന്ന് പട്ടയ നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് RDOയും അതുപോലെ തന്നെ തഹസീൽദാരും ഡെപ്യൂട്ടി തഹസീൽദാർമാരും വില്ലേജ് ഓഫീസർമാരും വില്ലേജ് അസിസ്റ്റന്റുമാരും മറ്റ് റവന്യൂ ജീവനക്കാരും. അതിലെല്ലാം സഹായമായി നമ്മുടെ കളക്ടർ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ADM ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും, ഡെപ്യൂട്ടി കളക്ടർമാരുടെയും സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
തീർച്ചയായും അതെല്ലാം വളരെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും മണ്ഡലത്തിൽ കുറച്ച് പട്ടയ വിഷയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിനും വരുന്ന ദിവസങ്ങളിൽ പരിഹാരം കണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ചടങ്ങിന് അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ വളരെ സന്തോഷത്തോടെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡെപ്യൂട്ടി സ്പീക്കറെ ഈ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുക. പട്ടയ വിതരണത്തിന്റെയും ഈ ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ പി എസ് സുബാൽ MLA, കളക്ടർ ശ്രീ ദേവിദാസ് NIAS, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, സഹോദരി സഹോദരന്മാരെ, വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഭൂരഹിത കേരളം എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന ഈ പദ്ധതി തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിട്ടുള്ളത്. ഇവിടെ വളരെ വിശദമായി സുബാൽ അത് സൂചിപ്പിച്ചു. നിങ്ങൾക്കറിയാം, 1957 ലോകത്താദ്യമായി ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന നാടാണ് നമ്മുടെ നാട്. അന്ന് ഭൂമിയുടെ അവകാശികൾ ജന്മിമാരായിരുന്നു. ഏതാണ്ട് 90% ഭൂമി അവരുടെ കയ്യിലായിരുന്നു. പാവപ്പെട്ടവൻ്റെ കയ്യിൽ 10% ഭൂമി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പാവപ്പെട്ട മനുഷ്യർക്ക് അവരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയത് 1957 കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്. അന്ന് ആദ്യമായി ജന്മിത്വം അവസാനിപ്പിച്ചു, നാടുവാഴിത്വം അവസാനിപ്പിച്ചു. ആ ഗവൺമെൻറ് ഓർഡിനൻസ് കൊണ്ടുവരികയും അതിൻ്റെ ഫലമായി ജന്മിത്വം അവസാനിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഭൂമിയുടെ അവകാശികളായി മാറാൻ കഴിഞ്ഞത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ 1970 C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കിയത്. അങ്ങനെ എല്ലാവരും ഭൂമിയുടെ ഉടമകളായും അവകാശികളായും മാറി. ഇന്നിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം പേർക്കാണ് പട്ടയം കൊടുത്തത്. ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഏകദേശം 600ഓളം പേർക്കാണ് പട്ടയം കൊടുക്കുന്നത്. ഹരിപ്പ സമരവുമായി ബന്ധപ്പെട്ട് 14 വർഷം നീണ്ടുനിന്ന സമരത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കുകയാണ്. 26-ാം തീയതി കൊല്ലം ജില്ലയിൽ മാത്രം 2000 പേർക്ക് പട്ടയം കൊടുക്കുന്നുണ്ട്. കൊല്ലത്ത് വെച്ച് വലിയ പട്ടയമേള സംഘടിപ്പിക്കുകയാണ്. അന്ന് കേരളത്തിലൊട്ടാകെ 14 ജില്ലയിൽ മുഖ്യമന്ത്രി
ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളും പങ്കെടുത്തുകൊണ്ട് 26-ാം തീയതി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും പട്ടയം കൊടുക്കുകയാണ് വീണ്ടും ഈ ഗവൺമെൻറ്. ഒരാൾക്ക് പോലും ഭൂമിയില്ല എന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്ന് 10 വർഷം തികയുമ്പോൾ എല്ലാ മനുഷ്യരെയും, ഭൂമിയില്ലാത്ത ആളുകളുടെ എല്ലാം പ്രയാസവും പ്രതിസന്ധി ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അവിടെ എല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എനിക്കതിനെ നേരിട്ടറിയാം. നിരവധി തവണ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ പട്ടയം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു നല്ല സമ്മർദ്ദം, ഇടപെടൽ ബഹുമാനായ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുബാൽ MLA എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് നേരിട്ടറിയാം. ഇന്നലെ ഞാൻ 6 മണിക്ക് 6:30 വിളിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ വേണ്ടിയുള്ള ശ്രമവും ആ ഫയലുകൾ തപ്പിയെടുത്ത് ഓരോ മേഖലയിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നലെ കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ KAP കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ എന്നോടൊപ്പം കാറിലിരുന്നു കൊണ്ട് റവന്യൂ മന്ത്രിയായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം ഊണിലും ഉറക്കത്തിലും ഈ പുനലൂർ നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്കൊപ്പമാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഈ പട്ടയം മേള ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പട്ടയം വിതരണം നടത്തുന്നത്. തീർച്ചയായും ഇവിടെ ഈ പട്ടയം നൽകുന്നതിനും ഗവൺമെൻറ്റിനെ കൊണ്ട് നടത്തിയെടുക്കുന്നതിനും വലിയ പരിശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പട്ടയം മാത്രമല്ല, ഏതാണ്ട് 5 ലക്ഷം പേർക്കാണ് വീട് വെച്ച് കൊടുത്തത് ലൈഫ് മിഷനിലൂടെ. ഭൂമിയില്ലാത്ത, വീടില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയവും ലക്ഷ്യവും. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്തെയും ജില്ലയിലെയും മുഴുവൻ ആൾക്കും പട്ടയം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി ഭൂരഹിതരില്ലാത്ത കേരളം, അതിൻ്റെ ഭാഗമായി ഭൂരഹിതരില്ലാത്ത പുനലൂർ അത് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി മുൻകൈയെടുത്ത ബഹുമാനായ MLA സുബാലിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയെയും ഒപ്പം ഈ ജില്ലയുടെ ചുമതലക്കാരനായ ധനകാര്യമന്ത്രിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് വേണ്ടി എല്ലാ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് പട്ടയം കൊടുക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാം അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പട്ടയ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ അവരെ ക്ഷണിക്കുകയാണ്. പട്ടയം ഏറ്റുവാങ്ങുന്നവർ ആദ്യമായി കുട്ടായി, അരിപ്പ കോളനിയിലെ കുട്ടായി. രണ്ട് സുമതി, അരിപ്പയിൽ തന്നെ സുമതി. മൂന്ന് രാജൻ അരിപ്പ. നാല് സലീന ബിവി അരിപ്പ. അഞ്ച് ഗോമതി, KAP ലേബർ കോളനി. ഗോമതി, KAP ലേബർ കോളനി. അടുത്ത മരുതമുത്തു, KAP ലേബർ കോളനി. മരുതമുത്തു.
അടുത്ത ഹാജിറ ബീവി മരോട്ടിത്തടം. ഹാജിറ ബീവി മരോട്ടിത്തടം. അടുത്ത ഉമൈബ ബീവി മരോട്ടിത്തടം. ഉമൈബ ബീവി മരോട്ടിത്തടം. അടുത്ത മറിയാമ്മ തോമസ് ഇടയം അറക്കൽ വില്ലേജ്. മറിയാമ്മ തോമസ് ഇടയം അറക്കൽ വില്ലേജ്. മറിയാമ്മ തോമസ്. അച്ചൻകുഞ്ഞ് പൊടിയാട്ടുവിള അറക്കൽ വില്ലേജ്. അച്ചൻകുഞ്ഞ് പൊടിയാട്ടുവിള. ബാക്കിയുള്ള ഗുണഭോക്താക്കൾ കൗണ്ടറിൽ നിന്നും പട്ടയം വാങ്ങേണ്ടതാണ്. പട്ടയത്തിന് വേണ്ടി മൂന്ന് സെഗ്മെന്റുകളായി കൗണ്ടറുകൾ തിരിച്ചിട്ടുണ്ട്. KP ലേബർ കോളനിക്ക് ഒന്നാമത്തെ സെഗ്മെന്റ്, അവിടെ 1, 2, 3 എന്നീ കൗണ്ടറുകൾ. അരിപ്പ രണ്ടാം സെഗ്മെന്റിൽ 1, 2, 3, 4 എന്നീ കൗണ്ടറുകൾ. മറ്റ് പട്ടയങ്ങൾക്കായി മൂന്നാമത്തെ സെഗ്മെന്റ്. അങ്ങനെ ആ കൗണ്ടറുകളിൽ നിന്നും വാങ്ങണം. അടുത്ത ആദരിക്കൽ ചടങ്ങാണ്. സംസ്ഥാനത്തെ മികച്ച RDO ആയി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട പുനലൂർ RDO ശ്രീ സുരേഷ് ബാബു ജി അവറുകളെ ഈ വേദിയിൽ വെച്ച് MLA ബഹുമാനപ്പെട്ട PS സുബാൽ അവർകൾ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുക്കുന്നതിന് വേണ്ടി ശ്രീ സുരേഷ് ബാബു സാറിനെ ക്ഷണിക്കുന്നു. ഈ പട്ടയം തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ പിന്നിലെ ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീമതി സരിതാ ചന്ദ്രനെ ക്ഷണിക്കുകയാണ്. സരിതാ ചന്ദ്രനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായി സുധാ ജെ ഡെപ്യൂട്ടി തഹസിൽദാർ. അടുത്തതായി ഈ പട്ടയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സർവേർമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. സർവേർമാരുടെയും ചേവനന്മാരെയും ആദരിക്കാൻ പോവുകയാണ്. ആദ്യമായി ആതിര UK ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആതിര UK ക്ഷണിക്കുന്നു. സർവേർ ആതിര UK. എല്ലാ സർവേർമാരും ഈ സ്റ്റേജിന് സമീപത്തായി എത്തിച്ചേരേണ്ടതാണ്. ഈ പട്ടയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സർവേർമാരും
ഈ സ്റ്റേജിന് സമീപത്തായി എത്തിച്ചേരേണ്ടതാണ്. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങാൻ ആദരായി ഒക്കെ ക്ഷണിക്കുന്നു. അടുത്തത് അഭിജിത്ത് ജെ. അഭിജിത്ത് എസ്. അഖിൽ ആർ. അഖിൽ ആർ. ആലിയ ഫർസാന. സർവേയർമാർ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിന് സമീപത്ത് എത്തിച്ചേരേണ്ടതാണ്. ഓരോരുത്തർ വന്ന് യാതൊരു ഏറ്റുവാങ്ങേണ്ടതാണ്. ആലിയ ഫർസാന, അനൂപ് എം എം, അനൂപ് ടി, അനൂപ് എം, അനൂപ് ടി, അനാമിക കെ എസ്, അനൂപ് എ, അനുപമ ബി, അനു പാപ്പച്ചൻ, അരുൺ രാജ് ബി, സിബി ആൽബർട്ട്, ദിനിൽ ദിനേശ്, ഗൗരി ജെ എസ്, ഹരീഷ് ബാബു, ലേഖ ടി, പ്രതിഭ എ എസ്, രാജി എൽ, റസീന, രശ്മി ആർ നായർ, സന്ധ്യമോൾ, സാവിയോ ജെ, സാനിക് സി തോമസ്, സീന എസ്, ഷംന ജെ എസ്, ശൈല ആർ, സിന്ധു ജെ, സ്നേഹ സുകുമാർ, സൂരജ് ശ്രീകുമാർ, സുബിൻ, സണ്ണി സാം, സ്വപ്ന മോഹൻ, തുഷാര ആർ, വിനയകുമാർ, വിഷ്ണു എച്ച് എന്നിവർ ഓരോരുത്തരായി വന്ന് യാതൊരു ഏറ്റുവാങ്ങേണ്ടതാണ്. അനിൽ ജോയ്, ചിഞ്ചു. അനിൽ ജോയ്, ചിഞ്ചു എന്നീ സർവേർമാരും ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. സർവേർ അനിൽ ജോയി, രഞ്ജു എന്നിവരും ആദരവ് ഏറ്റുവാങ്ങേണ്ടതാണ്. ഇതിനുശേഷം 14 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാക്കി അരിപ്പ സമരഭൂമിക്കാർക്ക് പട്ടയം നൽകിയ MLA അരിപ്പ സമരഭൂമിക്കാരുടെ സ്നേഹാദരവ് നൽകുന്നതിനായി സർവർമാരെ ആദരിച്ചതിന് ശേഷം 14 വർഷമായി ഭൂമിക്ക് വേണ്ടി കാത്തിരുന്ന അരിപ്പ സമരഭൂമിയിലെ നിവാസികൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഈ നിമിഷം അവരുടെ നന്ദി സൂചകമായി ബഹുമാനപ്പെട്ട പുനലൂർ MLA ശ്രീ PS സുബാൽ അവർകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രദ്ധിക്കുക. പട്ടയം ഏറ്റുവാങ്ങിയ എല്ലാ ഗുണഭോക്താക്കളും നിങ്ങൾക്ക് പട്ടയത്തിൻ്റെ കവറിനൊപ്പമുള്ള പട്ടയ സ്കെച്ചിൽ പറയുന്ന സ്ഥലത്തേക്ക് ദയവായി അടുത്ത ദിവസം തന്നെ മാറി താമസിക്കേണ്ടതാണ്. ഇതൊരു പ്രത്യേക അറിയിപ്പാണ്. പട്ടയ സ്കെച്ചിനൊപ്പം അരിപ്പ സമരഭൂമിയിലെ നിവാസികൾ അവരുടെ പ്രിയപ്പെട്ട MLA ആദരിക്കുന്നു. 14 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് സാക്ഷാത്കാരം ലഭിക്കുന്നു.
അവരുടെ ഭൂമിക്ക് പട്ടയം ലഭിച്ചിരിക്കുന്നു. അതിന്റെ ആദരവ് ബഹുമാനപ്പെട്ട MLAക്ക് അരിപ്പ സമരഭൂമിയിലെ നിവാസികളുടെ 10 പ്രതിനിധികൾ ആദരിക്കുകയാണ്. സുബേർ, ഉദയൻ, ബിനു പാമ്പാടി, കൂട്ടായി, നബീസത്ത് ബീവി, ബദറുദ്ദീൻ, മധുകുമാർ, മനോഹരൻ, സുനിത, റംല ബീബി എന്നീ 10 പേർ അരിപ്പ സമരഭൂമിയിലെ നിവാസികളുടെ പ്രതിനിധിയായി MLA ആദരിക്കുന്നു. അതിനുശേഷം KIP ലേബർ നഗറിലെ നിവാസികൾ MLA ആദരിക്കുന്നു. KIP ലേബർ KIP ലേബർ നഗറിലെ നിവാസികൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഈ നിമിഷം MLA ആദരിക്കുകയാണ്. അരിപ്പ സമരഭൂമിയിലെ നിവാസികളുടെ പ്രതിനിധിയായ സുബേർ, ഉദയ എന്നിവർ പുനലൂർ തഹസിൽദാരെ ആദരിക്കുന്ന ചടങ്ങാണ്. 14 വർഷത്തെ കാത്തിരിപ്പിന് ഇന്ന് സാക്ഷാത്കാരം ലഭിക്കുന്നു. പുനലൂർ തഹസിൽദാർ ശ്രീ അജിത് ജോയിയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ന് പട്ടയം അരിപ്പ നിവാസികളുടെ കൈകളിൽ എത്തിച്ചേർന്നു. ആയതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അരിപ്പ സമരഭൂമിയിലെ നിവാസികളുടെ പ്രതിനിധികൾ സുബേർ, ഉദയൻ എന്നിവർ ചേർന്ന് പുനലൂർ തഹസിൽദാർ ശ്രീ അജിത് ജോയി അവരെ ആദരിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ അജിത് ജോയി അവരെ ക്ഷണിക്കുകയാണ്. ഒരറിയിപ്പ്, അബി അനൂപ് എന്ന കുഞ്ഞ് അതിന്റെ രക്ഷകർത്താക്കളെ തിരക്കി സ്റ്റേജിൽ നിൽപ്പുണ്ട്. അബി അനൂപിനെ അവന്റെ അച്ഛനും അമ്മയോ വന്ന് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോകണം. അബി അനൂപ് അവന്റെ രക്ഷകർത്താക്കളെ തിരക്കിയോടെ നിൽക്കുന്നു. സ്റ്റേജിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷകർത്താക്കളെത്തി അവനെ കൂട്ടിക്കൊണ്ടു പോകണം. അടുത്തതായി ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങ് ശ്രീമതി സുധാ ജെ, ഡെപ്യൂട്ടി തഹസിൽദാർ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സുധാ ജെ, ഡെപ്യൂട്ടി തഹസിൽദാരെ ക്ഷണിക്കുകയാണ്. ശ്രീകുമാർ ബി, ഡെപ്യൂട്ടി തഹസിൽദാർ, ശ്രീ രതീഷ് ടി, ഡെപ്യൂട്ടി തഹസിൽദാർ, ശ്രീമതി ജയന്തി പി, ഡെപ്യൂട്ടി തഹസിൽദാർ, ശ്രീ മധു കെ, ഡെപ്യൂട്ടി തഹസിൽദാർ, ശ്രീ ജയദേവൻ, ഡെപ്യൂട്ടി തഹസിൽദാർ എന്നിവരെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അരിപ്പ നിവാസികൾ സർവേയർ ശ്രീ അനിൽ ജോയി അവരെ